മീൻകറിക്ക് വേണ്ടുന്ന പൊടികളൊക്കെ എടുക്കാവേ. എരിവുള്ള മുളക് പൊടിയാണ് ആദ്യം എടുക്കുന്നത്, അതൊരു 2 സ്പൂണ്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 2.5 സ്പൂണ് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് ഒരിച്ചിരി മല്ലിപ്പൊടി കുറച്ചേ എടുക്കുന്നുള്ളേ, ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയലക്കറിയാണ്. അപ്പം ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഒരു മീൻകറിക്ക് ഒരു കൊഴുപ്പ് വരും. ഇതിങ്ങനെ പൊടി ചുമ്മാതെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു കൊഴുപ്പില്ലേ. ഇത് പണ്ട് ഞങ്ങളുടെ അമ്മ വെക്കുന്ന മീൻകറിയാണ്. അമ്മ ഇങ്ങനെ പൊടിയല്ലായിരുന്നു അന്നൊക്കെ ഇടുന്നത്. മല്ലിയും മുളകും ഉലുവയും കൂടി വറുത്ത് എന്നിട്ട് അരകല്ലേ വെച്ച് അരച്ചുള്ള മീൻകറിയാണ്. ആ മീൻകറിയുടെ ടേസ്റ്റ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വരികയില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് മിക്സിയുടെ ആ ചെറിയ കപ്പിനകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയാണ്. നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളക് ഞാൻ നടുവേ പൊളന്നൊന്ന് മുറിച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളി തൊലി കളഞ്ഞതരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇത് നമ്മുടെ ഈ അയലയിലോട്ട് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില അത് നമുക്കിട്ട് കൊടുക്കാം. ഇത് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്, നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ പൊടി ചൂടാക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാവേ. നമുക്കിത് കൈകൊണ്ട് ഇളക്കാവേ. ഇത് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഇത് കഴിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ കൈകൊണ്ടൊക്കെ ഇളക്കിയെങ്കിലേ അതിൻ്റെ നമ്മുടെ ആ ടേസ്റ്റ് വരുള്ളൂ ആ മീൻകറിയുടെ. ഇത് നാടൻ മീൻകറിയാണ്, അല്ല നമ്മൾ ഈ വഴറ്റിയൊന്നും വെക്കുന്നതല്ല. സാധാരണ വെക്കുന്ന മീൻകറി, ഇങ്ങനെ വെക്കുന്ന മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ കൂടുതലും ഇങ്ങനെ വെക്കുന്ന എല്ലാവർക്കും ഇഷ്ടം. പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാവേ. ഇപ്പം നമ്മുടെ മീൻകറി വെള്ളമെല്ലാം കണക്കിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കത്തിച്ച് അടുപ്പയിലോട്ട് വെക്കാം. അപ്പം ഞാൻ ഗ്യാസേലാണ് വെക്കുന്നത്. അടച്ച് വെക്കാം. ഇനി ഇത് തിളച്ച് വറ്റിക്കഴിയുമ്പം നമുക്കിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. നമ്മുടെ മീൻകറി ആയിട്ടുണ്ടേ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് വാങ്ങാം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി പുളി കൂടുവാണെങ്കിൽ നമുക്ക് ഈ കുടംപുളി ഇതിനകത്തുനിന്ന് എടുത്ത് കളയണം. ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവേ. ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്.